പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് വിളിച്ച സൂം മീറ്റിംഗിലെ ദൈവജന ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ ക്ഷണിച്ച കർത്തദാസ്തിക്ക് നന്ദി, എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിപ്പാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലായിരിക്കില്ല ശബ്ദം സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മൾ ആലോചന പറഞ്ഞു കൊടുക്കാറുണ്ട്. കർത്താവെ, എന്നെ ഈ വഴിക്ക് നടത്തണം, ആ വഴിക്ക് നടത്തണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറഞ്ഞ വഴിയിൽ കൂടി ഒന്നും അല്ല കർത്താവ് നടത്തിയിരിക്കുന്നത്. അവന്റെ ഹിതപ്രകാരം, അവന്റെ ഇഷ്ടപ്രകാരം ദൈവം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ദൈവം ഏതെങ്കിലും വിധത്തില് സംസാരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ അവൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ. ആരാഗ്രഹിച്ചിരുന്നുവോ അവരെ തൃപ്തിപ്പെടുത്തും. പണമുള്ളവനോടല്ല അവൻ സംസാരിച്ചത്, പാവപ്പെട്ടവനോടുമല്ല സംസാരിച്ചത്. കർത്താവ് സംസാരിച്ചത് എപ്പോഴും തൃപ്തി, ആഗ്രഹം, ആഗ്രഹത്തോടെ ഇരിക്കുന്നവരോട് ആര് വചനം ശുശ്രൂഷിച്ചാലും അവരിലൂടെ ദൈവത്തിന് സംസാരിപ്പാൻ കഴിയും. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ഈ ഉപവാസത്തിന്റെ ലാസ്റ്റ് ദിനങ്ങളിൽ എനിക്കും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിന് സ്തുതിക്കുന്ന. എന്റെ പേര് ഷിജി എന്നാണ്. എങ്ങനെ എന്റെ നമ്പർ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. വൈപ്പിനാണ്, എറണാകുളം വൈപ്പിനാണ്. ഇത് ഒരു തീരദേശ മേഖലയാണ്. ഏകദേശം 25 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ ഒരു വശത്ത് കടലാണ്, ഒരു വശത്ത് കായലാണ്, മുമ്പിൽ അഴിമുഖമാണ്. അങ്ങനെ ഒരു പ്രത്യേക ദ്വീപിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഒരു കാലത്ത് ഈ ദ്വീപിൽ ഒറ്റ വിശ്വാസികളില്ലായിരുന്നു. പക്ഷേ സുവിശേഷം എത്താത്ത, വാഹന സൗകര്യമില്ലാത്തൊരു ദ്വീപായി ഇത് കിടക്കുമ്പോൾ തന്നെ ഒരു സുവിശേഷകൻ വൈപ്പിൻകരയിലേക്ക് കടന്നു വന്ന് സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു മദ്യപാനിയായ വ്യക്തി അദ്ദേഹത്തിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. ഇന്ന് അതുമൂലം ഇന്ന് വൈപ്പിൻകര അനേക ചർച്ചുകളുണ്ട്. ഏകദേശം 25-ലധികം ചർച്ചുകളുണ്ട് 25 കിലോമീറ്ററിനകത്ത്. അത് മാത്രമല്ല ധാരാളം വിശ്വാസികളെ കർത്താവ് നൽകുവാനിടയായി. അപ്പൊ കുടുംബത്തിനകത്തായാലും ഭവനത്തിലായാലും സഭയിലായാലും ആര് കർത്താവിന് വേണ്ടി നിൽക്കുന്നു അവരോട് ദൈവം മുഖവശമില്ലാത്ത ദൈവമാ. അവൻ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും പലപ്പോഴും മനുഷ്യൻ മറന്നുപോകും. കൂടെ നിൽക്കുന്നവരെല്ലാം മറന്നുപോകും. പക്ഷെ മറക്കാത്തവനായി ഒരുവനുണ്ട്. അവന്റെ കണ്ണ് നമ്മുടെ മേൽ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്തു അതിന് കർത്താവ് പ്രതിഫലം നൽകുന്ന ദൈവമാ. ഒരു കാര്യം പറയട്ടെ, എൻ്റെ മകൻ ഇപ്പൊ ഒരു വർഷമായിട്ട് ഗൾഫിലാണ്. പക്ഷെ അതിനു മുമ്പ് അവൻ ചർച്ചിന്റെ ബാത്റൂമൊക്കെ കഴുകും. അപ്പൊ സ്ഥിരം കഴുകാൻ പോകും, ബാത്റൂം കഴുകും, ചർച്ച അടിച്ചു വൃത്തി തൂത്താക്കിയിടും. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ പറയും, മോനെ ഈ ആഴ്ച പോകണ്ട, വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ. ഞാൻ അവനോട് പറയുമ്പോൾ എന്നോട് പറയും, മമ്മി എനിക്ക് വചന ശുശ്രൂഷിക്കാൻ അറിയത്തില്ല, മമ്മി എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, മമ്മി എനിക്ക് വേറെ ഒരു കൃപാവര ശുശ്രൂഷ എൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മേൽ ഏൽപ്പിച്ചത് എനിക്കറിയാം, ബാത്റൂം കഴുകാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോ സന്തോഷത്തോടെ കഴുകുന്നു. സമയമാവുമ്പോ ദൈവം എന്നെ മാറ്റും. അതിനു മുമ്പ് മമ്മി പറഞ്ഞ് എന്നെ മാറ്റാൻ നിർത്തണ്ടെന്ന് പറഞ്ഞു. ദൈവം അതേപോലെ തന്നെ മാറ്റി. അതിനുശേഷം ആരൊക്കെ ബാത്റൂം കഴുകാൻ വരുന്നുവോ അവർക്കെല്ലാം ദൈവം ഉടനുടനെ പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ പറഞ്ഞു വിടുക. ചർച്ചിനകത്ത് ബാത്റൂം കഴുകാൻ ആര് നിൽക്കുന്നുവോ 2 ആഴ്ച അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ദൈവം അവർക്ക് വഴിയൊരുക്കി യാത്രയാക്കും. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്താലും, ചെറിയത് ചെയ്താലും വലിയത് ചെയ്താലും അതിന് തക്കവണ്ണം നൽകുന്ന ഒരു കർത്താവ്, നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ സൂം മീറ്റിങ്ങിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. എന്റെ ഹൃദയത്തിൽ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു വചനം എന്ന് പറയുന്നത് യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ്. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? താമസിച്ചിട്ടില്ലേ അവിടെ? ഉണ്ട്. 28. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ മതി. സ്വർഗീയപിതാവേ, നൽകപ്പെട്ട വചനത്തിനായ സ്തോത്രം.
വചനത്തിലൂടെ സംസാരിക്കണമേ. മാനുഷ്യമായ ശബ്ദമല്ല കർത്താവേ, ദൈവശബ്ദം തന്നെ ഇന്ന് രാത്രികാലം മുഴങ്ങണം. ഈ ഭൂമി കയറിയിരിക്കുന്ന വ്യക്തികളെ എനിക്ക് അറിയത്തില്ല, എന്നാൽ അവരെ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവുണ്ട്. അവരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവരുടെ ഇന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവുണ്ട്. അവർക്ക് വേണ്ടി പൊരുതുന്ന ഒരു കർത്താവ് ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്ര. ഇന്ന് രാത്രികാല ദൈവാത്മാവ് സംസാരിക്കണമേ. തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട ഹൃദയത്തോടെ ഇതിനകത്ത് ഇരിക്കുന്നവരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ടല്ലോ. ദൈവാത്മാവേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ. ചില വിഷയങ്ങളിന്മേല് വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ശാസിക്കണം കർത്താവേ. യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടണ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനം സംസാരിക്കുമ്പോ എന്റെ വായിലെ വാക്കുകളല്ല കർത്താവേ, ജനത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണേ അപ്പാ. രാത്രിയുടെ സ്തോത്ര, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണാൻ കഴിയുന്നത് യോവേലിന്റെ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ 29ാമത്തെ പുസ്തകമാണ്. യോവേൽ ഒരു ചെറിയ പ്രവാചകനാണ്. ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് യോവേലിന്റെ പുസ്തകം. ഏകദേശം 3 അധ്യായങ്ങളുണ്ട്. അതായത് BC 830-നും 810-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇത് എഴുതി എന്ന് പറയപ്പെടുന്നു. യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ തന്നെ ദൈവം എന്നാണ്. ഹോശിയ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഗും, ഹബുക്കുക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, മലാക്കി 12 പുസ്തകങ്ങളെ ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 പുസ്തകങ്ങൾ, അതായത് യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ 4 പുസ്തകങ്ങൾ, ദാനിയേൽ 4 പുസ്തകങ്ങളെ വലിയ പ്രവാചക ഗ്രന്ഥത്തിൽ ഉൾപ്പെടുമ്പോൾ ഈ യോവേലിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹോവ തന്നെ ദൈവമായിരിക്കുന്നവൻ 3 അധ്യായങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുവാൻ അവനൊരു ദൂത് യഹോവയായ ദൈവം കൊടുക്കുക. ഏകദേശം 72 വാക്യങ്ങളുണ്ട്. അവൻ പ്രവചിച്ച ആ ദൂത് ഒരിക്കലും ആശ്വാസകരമായ ഒരു ദൂതായിരുന്നില്ല. ഇസ്രായേൽ ജനം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദൂതായിരുന്നില്ല. യഹോവയായ ദൈവം യോവേലിലൂടെ ഇസ്രായേൽ ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയ. എന്താ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, മടങ്ങി വരിക. ഹല്ലേലൂയ. നീണ്ട വർഷങ്ങളായി ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ദൈവവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാതിരിക്കുമ്പോൾ യോവേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് യഹോവയായ ദൈവം ഇസ്രായേലിന് ദൂത് നൽകിയ, ഇസ്രായേലേ മടങ്ങി വരിക. ആ 3 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്മേല്, യഹൂദ ജനത്തിന്മേല് വലിയ അനർത്ഥങ്ങൾ വരിക. ഒരിക്കലും ആ അനർത്ഥങ്ങൾ പിശാച് കൊണ്ടുവന്ന് ഇട്ടതല്ല, പക്ഷേ ദൈവത്താൽ വരുന്ന അനർത്ഥങ്ങൾ. സ്വന്തം ജനമായ ഇസ്രായേലിന് നേരെ യഹോവയായ ദൈവം പ്രതികൂലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇസ്രായേൽ കടന്നു പോകുക. ഇന്ന് രാത്രികാലം ഇസ്തൂ മീറ്റിംഗിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെ നടക്കുവാനാ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടു. അവൻ വനത്തിനകത്തായിരിക്കുമ്പോ, കാട്ടുമൃഗങ്ങളോടുകൂടിയായിരിക്കുമ്പോ ദൈവം അവന് അഭ്യർത്ഥന നൽകി. അവൻ വിചാരിച്ചു, ഞാൻ ഇന്നും വനത്തിനകത്തായിരിക്കും, ഞാൻ ഇന്നും ഈ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരിക്കും, ഒരിക്കലും എന്റെ ഭവനത്തിലേക്ക് എനിക്ക് പോകുവാൻ പറ്റത്തില്ല. കാരണം ഇശായിയും തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും വലിയൊരു കൂട്ടം ആടുകളെ തന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് അവര് നാട്ടിൽ ആയിരിക്കുമ്പോ വനത്തിനകത്ത് കാട്ടുമൃഗങ്ങളോടുകൂടെ ദാവീദ് ഒറ്റപ്പെട്ട് കിടക്കുമ്പോ അവനൊരു വെല്ലുവിളി കടന്നു വരിക. അവന്റെ പിതാവായ ഇശായി പറഞ്ഞു, നീ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോകുക. അവൻ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോയപ്പോൾ ഹല്ലേലൂയ, യഹോവയായ ദൈവം ഗോലിയാത്തിനെ ദാവീദിന്റെ മുമ്പിൽ നിർത്തുവാനിടയായി. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം തിന്മയ്ക്കല്ല നന്മയ്ക്കെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആവശ്യപ്പെടുകയാണ്. ഒരു ഗോലിയാത്ത് നിമിത്തം ദാവീദ് പ്രശസ്തനാവാനിടയായി. ഒരു വെല്ലുവിളി നിമിത്തം ദാവീദ് ആരെന്ന് അറിയുവാനിടയായി. ഒരു വെല്ലുവിളി നിമിത്തം ദാവീദിന്റെ ദൈവം ആരെന്ന് അറിയുവാനിടയായി. ഇസ്രായേൽ മാത്രമല്ല, ഫെലിസ്തർ അറിയത്തക്കമെന്ന ഒരു പ്രതിസന്ധി അവനെ യോഗ്യനാക്കി മാറ്റി. അനേകരുടെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കി മാറ്റി. അനേകർ അവനെക്കുറിച്ച് പാടുവാൻ പ്രാപ്തനാക്കി ദൈവം അവനെ മാറ്റി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികള് നമ്മളെ
അടുക്കി മിനുക്കി പുറത്തെടുക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്താൽ സംഭവിക്കുന്നതായിരിക്കാം. കുറെ വർഷങ്ങളായി വനത്തിനകത്തിരുന്നു പാട്ട് പാടുന്നു. കാട്ടുമൃഗങ്ങളല്ലാതെ ആ പാട്ട് കേൾക്കുവാൻ ആരുമില്ല. സമയമായപ്പോ ഒരു ഗോലിയാത്തിനെ കൊണ്ടുവരികയെ ഹോവയായ ദൈവം എന്തിനാ? വനത്തിൽ ഇരിക്കുന്നവനെ ഹല്ലേലൂയ നാട്ടിക്കൊണ്ടുവരാൻ വേണ്ടി, രാജകീയ അഭിഷേകം അവന് മേൽ വീഴുവാൻ വേണ്ടി. ഇന്ന് രാത്രി കാലം ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ നാട്ടിലായിരിക്കുന്നത്, വീട്ടിലായിരിക്കുന്നത്, പക്ഷെ വനത്തിനകത്തിരിക്കുന്നത് പോലെ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവത്തോടു കൂടിയവരുടെ കൂടെ വസിക്കുന്നവർ ഉണ്ടെന്ന ദൈവാത്മാവ് ആലോചന അറിയിക്കുക. ഇന്ന് രാത്രികാലം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന, വാദപ്രതിവാദങ്ങളിലൂടെ കടന്നുപോയിട്ട് മാനസികമായി വളരെ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് എന്റെ ആത്മാലോചന അറിയിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽക്കുക. ശാസ്തിക്കേണ്ടതിനെ ശാസ്തിക്കോ, നിർത്തേണ്ടതിനെ നിർത്തോ, സ്റ്റോപ്പ് ചെയ്യേണ്ടതിനെ അവൻ സ്റ്റോപ്പ് ചെയ്യുവാൻ ശക്തനെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. ഒരു വെല്ലുവിളി എന്നും തുടരത്തില്ല. അതിന് ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്, ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് കടന്നു പോകുകയില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ബീച്ച, കടലാണ്. എപ്പോഴും ശക്തമായ തിരയാ. നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് ഈ തിരയൊന്ന് ശാന്തമായിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര മണിക്കൂറുകൾ അവിടെ ഇരുന്നാലും തിര അടങ്ങത്തില്ല. എന്നാൽ തിരയ്ക്ക് ദൈവം ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്, മണൽ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാതെ വണ്ണം, ഹല്ലേലൂയ, അതിനപ്പുറത്തേക്ക് അതിക്രമിച്ച് കയറാതെ വണ്ണം ദൈവം ഒരു അതിര് വെച്ചിരിക്കുന്ന പോലെ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളുടെ മേലെ ദൈവം ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്, ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുവാൻ കഴിയത്തില്ലെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരോട് ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. യോവേൽ വിളിച്ചു പറയുക ഇസ്രായേൽ ജനത്തോട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാ. സ്വന്തം ജനമായ ഇസ്രായേലെ നീ മടങ്ങി വരേണ്ട എന്താ ആവശ്യകത? ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ പറയുക ആരെല്ലാമാണ് മടങ്ങി വരേണ്ടത്. ഇസ്രായേൽ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. അതുവരെ അവരെ നടത്തിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹത്തെ അവർ വിട്ടുകളഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി യോവേൽ പ്രവാചകനെ അയച്ചിരിക്കുക. യഹോവ തന്നെ ദൈവമെന്ന് യോവേൽ എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ ആ രാജ്യത്ത് വളരെ അരിഷ്ടാവസ്ഥയിലൂടെ കടന്നു പോകുക, വളരെ വളർച്ചയുടെ കടന്നു പോകുക, കഠിനമായ ചൂട് ദേശത്തെ ബാധിച്ചിരിക്കുക. ദീർഘവർഷമായ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്ക് ഏകദേശം 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യരോട് സംസാരിക്കാത്തൊരു കാലഘട്ടം പോലെ യോവേലിന്റെ കാലഘട്ടത്തിലും പ്രവാചകനുണ്ട്, പുരോഹിതനുണ്ട്, ഭോജനയാഗവും പാനീയാഗം നടത്തുന്നവനുണ്ട്. പക്ഷെ ആരും ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോ ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുക. പെതുവേലിന്റെ മകനായ യോവേലിനെ യഹോവയുടെ അരുളപ്പാടുണ്ടായത് വരൾച്ചയുടെ കാലത്ത്, ക്ഷാമത്തിന്റെ കാലത്ത്, പിന്മാറ്റത്തിന്റെ കാലത്ത്, ജനം പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുവനെ യഹോവയുടെ അരുളപ്പാടുണ്ടായി. പ്രിയ ദൈവമക്കളെ, കാലം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അനേക യുവാക്കൾ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ മക്കളെ പോലും കഞ്ചാവിന്റെയും ഡ്രഗ്സിന്റെയും ആ വല വീശി പിടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അറിയാവുന്ന ഏറ്റവും അടുത്തൊരു ദൈവാസന്റെ മകൻ ഡ്രഗ്സിന് അടിമയായി വളരെ ആ കുടുംബം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്തന്മാരുടെ, വൃദ്ധന്മാരുടെ, വിശ്വാസ കുടുംബങ്ങളുടെ തലമുറകളെ പോലും പിശാച് കെണിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദം കേൾപ്പാൻ കഴിവുള്ള, ഹല്ലേലൂയ, പ്രവാചകന്മാർക്ക് കേൾക്കാത്തത്, പുരോഹിതന്മാർക്ക് കേൾക്കാത്തത്, വചനം പ്രസംഗിക്കുന്നവർക്ക് കേൾപ്പാൻ കഴിയാത്ത ദൈവശബ്ദം കേൾപ്പാൻ ദേശത്തിന്റെ മുക്കിലും മൂലയിലും വ്യക്തികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. നീണ്ട വർഷമായി ദൈവമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. അങ്ങനെയുള്ളവരോട് യോവേലിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട മടങ്ങി വരണം. ഹല്ലേലൂയ. അതിന്റെ 1-ാം വാക്യത്തിൽ ആരൊക്കെ മടങ്ങി വരണമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. മൂപ്പന്മാർ മടങ്ങി വരണം. ഹല്ലേലൂയ. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവേ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതോ നമ്മളുടെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ
നമ്മുടെ കാലത്ത് നമ്മുടെ ചെറുപ്രായത്തിൽ കേൾക്കാത്ത കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ഇടിവേ നിൽക്കുന്ന, ദേശത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, പിശാച് ഒരിക്കലും പ്രസംഗം കേട്ട് വിറയ്ക്കത്തില്ല, പിശാച് ഒരിക്കലും പ്രവചനം കേട്ട് വിറയ്ക്കത്തില്ല, പിശാച് നമ്മുടെ വാഗ്ദത്തങ്ങളെ കേട്ട് ഭയപ്പെടുകയില്ല. പക്ഷെ മുട്ടിന്മേ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിന്നെ നോക്കി പിശാച് വിറയ്ക്കോ? അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ അടിത്തറ ഇളക്കുന്ന ഒന്നത്തെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിവുള്ള ഒന്നുമില്ല. ലോകത്തിൽ ഏറ്റവും അണുവായുധങ്ങളെക്കാൾ ശക്തിയായത് പ്രാർത്ഥന. കാരണം അത് പ്രയോഗിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യ, നീ അറിയാതെ ദൈവത്തിന് അതിനെ അനുവദിപ്പാൻ കഴിയത്തില്ല. ഏത് സാഹചര്യത്തെയും മാറ്റി മറിക്കുവാൻ കഴിവുള്ള ഒന്നത്രേ പ്രാർത്ഥന. നമ്മുടെ ഗവൺമെന്റുകളെല്ലാം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാ, ഈ ഗവൺമെന്റിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തിന്റെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ശക്തി. ഞാൻ 2 മാസം മുമ്പ് എറണാകുളത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ അമ്മയ്ക്ക് ഏക മകള്, അമ്മ ചെറുപ്പത്തിലെ വിധവയായതാണ്. ആ മകളെ വളരെ പ്രത്യാശയോടുകൂടെ വളർത്തി. അവർക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, നല്ലൊരു പേര് അമ്മകൾക്ക് ബൈബിളിലെ പേരൊക്കെ ഇട്ട് കൊടുത്തു. എന്നാൽ +2 കഴിഞ്ഞപ്പോൾ അവര് രണ്ടുപേരും, അമ്മയും മോളും സ്ഥിരമായി ആരാധനയ്ക്ക് പോകുന്നതാണ്. എന്നാൽ +2 കഴിഞ്ഞപ്പോൾ ഡ്രഗ്സിന് അടിമയായിട്ട് അവളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ പഠനത്തെ ബാധിച്ചിട്ട് അവള് വീടിനകത്ത് ഇരിപ്പാൻ തുടങ്ങി. വീടിനകത്ത് ഇരിക്കുക മാത്രമല്ല, വാതില് പൂട്ടി ലോക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിരിക്കുക. അമ്മ മണിക്കൂറുകൾ വിളിച്ചാലേ വാതില് തുറക്കുകയുള്ളൂ. അത് തുറക്കുന്ന സമയമുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സകല സാധനങ്ങളും അടിച്ചു തകർക്കും. അതുമാത്രമല്ല, രാത്രി ഒരു 9 മണിയാകുമ്പോൾ ഒരു പുറത്തേക്ക് പോക്കുണ്ട്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ, അല്ലെങ്കിൽ 3 മണിക്ക് 4 മണിക്കാണ് കടന്നു വരുന്നത്. അതുവരെ അമ്മ ആദ്യ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. വല്ലാത്തൊരു കാലഘട്ടം, നമ്മൾ കേൾപ്പാൻ ആഗ്രഹിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ലെന്ന ദൈവത്തിന്റെ വചനം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരയുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കരയുക മാത്രമല്ല, ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി. എന്തിനാ മതിൽ കെട്ടുന്നത്? ഒരു അന്യായ ശക്തിയും ഒരു ചെറുകുറുക്കന്മാരും മതിൽ പൊളിച്ച് കളയുന്ന, മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന, മുന്തിരിവള്ളിയുടെ വേരിനെ നശിപ്പിക്കുന്ന ഒരു ചെറുകുറുക്കന്മാരുടെ ശക്തി അടിക്കാതിരിക്കാൻ വേണ്ടിയാ മതിൽ കെട്ടേണ്ടത്. യുവമക്കളെ, ഭവനത്തിന് ചുറ്റും മതിൽ കെട്ടണ, തലമുറയ്ക്ക് ചുറ്റും മതിൽ കെട്ടണ. മുന്തിരിവള്ളി എന്ന് പറയുന്ന മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതാ. മക്കൾ മുന്തിരിവള്ളിയുടെ അനുഭവമാ, കുടുംബം മുന്തിരിവള്ളിയുടെ അനുഭവമാ, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന അനുഭവമാ. പക്ഷെ തലമുറയെ കയറി പിടിച്ചാൽ, പിശാച് പിടിച്ചാൽ, അവൻ അതിന്റെ വേരിനെ നശിപ്പിക്കാൻ തുടങ്ങും. വേര് നശിച്ചു പോയാൽ അത് വാടുവാൻ തുടങ്ങും. അതിന് ഫലം കൊടുക്കുവാൻ കഴിയാത്ത അനുഭവത്തിലായിത്തീരും. ആർക്കും പ്രയോജനമില്ലാത്ത വിധത്തിൽ തലമുറകളെ മാറ്റുന്ന, നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളഞ്ഞ് നമ്മളെ ആ രീതിയിൽ മാറ്റുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ആലോചന അറിയിപ്പാനുണ്ട്. എഴുന്നേൽക്കുക പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയിലേക്ക് നയിക്കുന്ന ആ യേശുവിനെ നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ. പിന്മാറ്റക്കാർ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാ. പക്ഷേ ഇസ്രായേലിൽ പിന്മാറ്റം വന്നിരിക്കുക. പിന്മാറ്റം വന്നതുകൊണ്ട് ദൈവം തന്റെ ജനത്തിന് നേരെ തന്റെ മുഖം തിരിച്ചു. ദേശത്ത് വരൾച്ച വന്നു. സകലതും വാടിക്കരഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അത്രയുമല്ല, ദേശം ഇത്രയും വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാസൈന്യത്തെ ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെ അയക്കുക. പിശാചിന്റെ സൈന്യത്തെ അല്ല കേട്ടോ അയക്കുന്നത്, ദൈവത്തിന്റെ സൈന്യമായി തുള്ളൻ ആ ദേശത്തേക്ക് കടന്നു വരിക. ഹല്ലേലൂയ.
അപ്പൊ ദൈവത്തിന്റെ സൈന്യത്തിൽപ്പെട്ടത് ആ തുള്ളൻ നമ്മളെ ഉണർത്താൻ, നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുത്തുവാൻ, നമ്മളെ പുനഃസ്ഥാപിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പദവിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി മുമ്പും പിമ്പും അവൻ അടയ്ക്കുന്ന ദൈവമാ. അവൻ അനുഗ്രഹിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മളെ ഒരു മടങ്ങി വരവിന് വേണ്ടി നമ്മുടെ വഴികളെ അടച്ചു കളയും. ഹല്ലേലൂയ. ഉപവസിക്കാത്തവര് ഉപവസിപ്പിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവം പറയാം. എന്റെ മോന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ കഴുത്തിന്റെ അവിടെ ഒരു തടിപ്പുണ്ടായി. ഞങ്ങള് ബിസിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനയുണ്ട്, പക്ഷെ വ്യക്തിപരമായ പ്രാർത്ഥന വളരെ വളരെ കുറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കുമ്പോൾ എന്റെ മോന്റെ കഴുത്തിൽ ഒരു തടുപ്പ് കാണുന്നത്. അവനെ ഞങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിന് മരുന്നൊന്നുമില്ല, നമുക്കൊന്ന് ബയോപ്സി ചെയ്തേക്കാന്ന് പറഞ്ഞു. എന്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ നിസ്സാരമായ എന്തെങ്കിലും വിഷയമായിരിക്കും എന്ന് വിചാരിച്ചോണ്ടാ ഡോക്ടറിന്റെ അടുത്ത് ചെന്നത്. അപ്പൊ ആ ആശുപത്രിയിൽ നിന്ന് മറ്റും ഞങ്ങൾ വേറൊരു ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് തന്നെ ചെയ്യണം. 5 ആശുപത്രികളിൽ ഞങ്ങൾ അന്ന് കയറി. 5 പേരും പറഞ്ഞു മോനിയായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു, ബയോപ്സി ടെസ്റ്റ് ചെയ്യാൻ. അവനെ കൊണ്ടുപോയി ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തു. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ? ഞാൻ പറഞ്ഞു അതെ. അവര് വളരെ ദയനീയമായിട്ട് എന്നെ നോക്കി. അവന്റെ കഴുത്തിൽ നിന്ന് അത് കുത്തിയെടുത്തു. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ ഞങ്ങളെ മടക്കി വിട്ടു. ഞാൻ അന്ന് തൊട്ട് ഉപവാസമാണ്. ഉപവസിക്കലും മാത്രമല്ല, കരച്ചിലും മാത്രമല്ല, ദൈവത്തോട് യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്ന പോലെ ഞാൻ അയ്യം വിളിച്ചു കരയാ. 1ാം ദിവസം കഴിഞ്ഞു, 2ാം ദിവസം കഴിഞ്ഞു, 3ാം ദിവസം റിസൾട്ട് കിട്ടേണ്ടതാ, പക്ഷെ കിട്ടിയില്ല. ഡോക്ടർ അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് ലീവ് എടുത്ത് പോയേക്കും, ആ റിസൾട്ട് ഇല്ല. ഞാൻ 3ാം ദിവസം ഉപസിച്ചു, 4ാം ദിവസം ഉപസിച്ചു, 5ാം ദിവസം ദൈവമേ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഹൃദയത്തിനകത്ത് ഇരുന്ന് തീയാണ്. 7ാം ദിവസം ഉപസിച്ച് ഉച്ച കഴിഞ്ഞായപ്പോ റിസൾട്ട് വന്നു, ഒരു പ്രശ്നവും ഇല്ല. അത് വെറും ഇതാ. പക്ഷേ എന്റെ തിരക്ക് പോയി, എന്റെ സ്പീഡ് പോയി, ബിസിയായി, എല്ലാ അനുഭവങ്ങളും മാറി. എന്റെ 7 ദിവസം ദൈവസന്നിധിയില്ല. 7 ദിവസം റിസൾട്ട് വന്നില്ല, ഞാൻ 8ാം ദിവസം ഇരുന്നേനെ. അന്നും വന്നില്ല, ഞാൻ 10ാം ദിവസം ഇരുന്നേനെ. അപ്പൊ ബിസി പിടിച്ച് തിരക്കുക പിടിച്ച് ജീവിതത്തിൽ പോകുമ്പോ ദൈവത്തിന് നമ്മുടെ ശുശ്രൂഷയല്ല വേണ്ട, ദൈവത്തിന് നമ്മളെയാണ്. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷ നമുക്ക് ദാനമായി നൽകിയതാ മറ്റുള്ളവരുടെ പ്രയോജനത്തിന്. പക്ഷെ ദൈവത്തിന് ആ ശുശ്രൂഷ കൊണ്ടല്ല ആവശ്യം, ദൈവത്തിന് ആവശ്യം നമ്മളെയാ. ഹല്ലേലൂയ. വ്യക്തിപരമായി നിങ്ങളെ ദൈവത്തിന് വേണ്ടത്. അപ്പൊ ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റു പല കാര്യം പറഞ്ഞ് തിരക്ക് പിടിച്ചോടുമ്പോ ദൈവം എവിടെയെങ്കിലും ഒരു ചൂണ്ടിയിട്ട് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തും. എന്തിനു വേണ്ടി? ആ കരച്ചിലേക്ക്, ഉപവാസത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ദൈവം നമ്മൾ പോലും അറിയാത്ത ചില മേഖലകളിലൂടെ കടത്തിവിടുന്ന ദൈവം. ഹല്ലേലൂയ. യോവേല് തന്റെ അരുളപ്പാട് പറഞ്ഞു, ഞാൻ ദൈവം ദേശത്തെ സന്ദർശിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹാസൈന്യമായ തുള്ളൻ ദേശത്തേക്ക് വരാനിടയായി. എല്ലാ പച്ചപ്പും, വെയിലുകൊണ്ട്, കടുത്ത ക്ഷാമം കൊണ്ട് എല്ലാ ചെടിയും വാടി കുരഞ്ഞു നിൽക്കുക, ജീവനില്ലാതെ നിൽക്കുക. അതിന്റെ ഇടയ്ക്കാണ് ദൈവത്തിന്റെ മഹാസൈന്യമായ തുള്ളൻ വന്നു. ഹല്ലേലൂയ. തുള്ളൻ വന്നിട്ട് എല്ലാം കൂടെ തിന്നിട്ടും ദൈവത്തിന്റെ ഒരു കരുണ, ഒരു ശേഷിപ്പ് അവിടെ ബാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഈ തുള്ളനെ കാണിക്കുന്ന മേത്യ പേർഷ്യ ഇതിനെയാണ്. മേത്യ പേർഷ്യ അവര് വന്നിട്ട് മൊത്തം നശിപ്പിച്ചിട്ട് പോയി. എന്നിട്ട് ഒരു ചെറിയ ഭാഗം ദൈവത്തിന്റെ കൽപ്പനയാൽ ബാക്കി വെച്ചു. അങ്ങനെ എന്നിട്ടും ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ജനം മടങ്ങി വരണം. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ഇങ്ങനെ വരുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനൊരു ബാക്കി അവിടെ വെച്ച്. എന്നിട്ട് ഇസ്രായേലിന് ഒരു മനംമാറ്റം ഉണ്ടാകാതിരുന്നപ്പോ 2 വെട്ടുക്കിളി വന്നു. ഹല്ലേലൂയ. വെട്ടുക്കിളിയുടെ സ്വഭാവം അറിയാലോ, പച്ച നന്മ കണ്ട മൊത്തം നശിപ്പിക്കും. ഹല്ലേലൂയ. നന്മകളെ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകളെ, നമ്മുടെ തലമുറകളുടെ നന്മകളെ, നമ്മുടെ നല്ല സ്വഭാവങ്ങളെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെയെല്ലാം നന്മയെ അറുത്തു മാറ്റുന്ന വെട്ടുക്കിളിയുടെ സ്വഭാവം. വെട്ടുക്കിളി എന്ന് പറയുന്ന മിസ്രൈമിനെ കാണിക്കുക. അതും വന്നിട്ട് ആ പച്ചയായതെല്ലാം ബാക്കി ശേഷിപ്പിച്ചതിനെ തിന്നു. എന്നിട്ടും ദൈവത്തിന്റെ മനസ്സലിവ് എന്റെ ജനത്തെ അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല, ഒരു ശേഷിപ്പ് വെച്ചു. ഇത്രയും മിസ്രൈം, മേദ്യ പേർഷ്യ വന്നു, മിസ്രൈം വന്നു. ഈ 2 ബാധകൾ ദേശത്ത് വന്നിട്ടും ഇസ്രായേൽ ജനം എന്തുകൊണ്ടെന്ന് അന്വേഷിച്ചില്ല.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ അറിയണം എന്തുകൊണ്ടാ കർത്താവേ എന്ന് ദൈവത്തോട് ചോദിക്കണം. മനുഷ്യരോട് ചോദിച്ചാൽ അവർ പല അഭിപ്രായങ്ങൾ പറയും. എന്നാൽ കറക്റ്റായ അഭിപ്രായം, കുഞ്ഞേ നീ ഏത് വെളിപ്പാട് പുസ്തകം ഫസ്റ്റ് സഭയോട് ദൂത് അറിയിക്കുമ്പോ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. മനുഷ്യൻ പലപ്പോഴും നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ കുറ്റം പറയാതിരിക്കുമ്പോ, നമ്മൾ ഏത് വീണിരിക്കുന്നു എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോ, നമ്മളെ വിളിച്ച് നമ്മുടെ കുറ്റത്തെ ചൂണ്ടിക്കാണിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മൂന്നാമത് വിട്ടിൽ വന്നു. വിട്ടിലിനെ കാണിക്കുന്ന അശൂരിനെയാ കാണിക്കുന്നത്. ബാക്കി മിശ്രയും, അതായത് വെട്ടിക്കിളി ബാക്കി വെച്ചിരിക്കുന്നതിനെ വിട്ടിൽ വന്ന് തിന്നുവാനിടയായി തിന്നു. വിട്ടിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ റോം കടന്നു വന്നു. അതാണ് പച്ചപ്പുഴു. ഈ 4 ബാധകളും 4 ഇതും ഇസ്രായേലിന്റെ രാജ്യത്തേക്ക് വന്ന് ഇസ്രായേലിന്റെ സകല നന്മകളെയും തിന്നിട്ടോ ഇസ്രായേൽ ഒരു പ്രതികരണ ശേഷിയില്ലാതെ ഇരിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ തങ്കില്ലാത്തൊരു ജാതി, എണ്ണിക്കൂടാത്തൊരു ശക്തി, സിംഹിയുടെ പല്ലുള്ള ഒരു ശക്തി, സിംഹിയുടെ അണപ്പല്ലുള്ള ഒരു ശക്തി, എണ്ണിക്കൂടാത്തൊരു ജാതി ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്നിട്ട് ഇസ്രായേലിന്റെ മുന്തിരിവള്ളി ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അത്തിയുടെ തോലുരിച്ചു കഴിഞ്ഞു. ഒരിക്കലും മടങ്ങി വരരുത്. അത്തി എന്ന് കാണിക്കുന്ന യഹൂദനിയ ഒരിക്കലും തിരിച്ചു വരാതെ കൊണ്ട് അതിന്റെ തൊലി പറിച്ചു കളവാനിടയായി. നമുക്കറിയാം ഏത് വൃക്ഷത്തിന്റെയും തൊലി പോയാൽ അത് കരിഞ്ഞു പോകുക. ഹല്ലേലൂയ. ഈന്തപ്പഴം, മാതളം, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സകല നന്മകളെയും അത് കൈവശമാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മളൊക്കെ പച്ചക്കറി നടുമ്പോൾ കരിവേപ്പിലൊക്കെ പച്ചപ്പുഴു വന്നിരിക്കാറുണ്ട്. അതിനെ കൊന്ന് അതിനെ നശിപ്പിച്ചില്ലെങ്കിൽ ആ ചെടിയെ അത് നശിപ്പിക്കും. ഒരു വൃക്ഷത്തിലാണ് കീടങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ കീടനാശിനി ഉപയോഗിക്കാം. ഇതൊരു വൃക്ഷത്തിലെ ഇസ്രായേൽ രാഷ്ട്രത്തിൽ മുഴുവനും തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും വന്ന് നശിപ്പിച്ചിട്ട് ഒരു ബാക്കി ശേഷിച്ചിരിക്കുന്നതിന് മേല് മഹാശക്തിയായ ഒരു ജാതി കടന്നു വരിക. ഈ ജാതിയെ പറ്റി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു യേശുവിന്റെ അടുക്കൽ ഒരു ചന്ദ്രരോഗത്താൽ ഭാരപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ യേശു അവനെ സൗഖ്യമാക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അപ്പം വന്നിട്ട് ചോദിക്കുക, നിന്റെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിയില്ല. യേശു ഇപ്രകാരം പറയുന്നു, എങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മല പോയി കടലിൽ ചാടും. എങ്കിലും ആ എങ്കിലും വളരെ പ്രാധാന്യമുണ്ട്. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ അഴിഞ്ഞ് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാണുന്ന ലോകത്തിന് രണ്ട് കൊമ്പും ഒരു വാലും വെച്ചല്ല പിശാച് നമ്മുടെ നേരെ വരുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് വരുമാറ് ഒരു അദൃശ്യ ലോകം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ലേ, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാ. നമ്മൾക്ക് എവിടെ വേദനിക്കുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അവന് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികളിൽ മേൽ കയറുവാൻ ഇടയാകും. അവരെ പിടിപ്പാൻ ഇടയാകും. നമുക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഇടയാകും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡയങ്ങളല്ല. പ്രിയമുള്ളവരെ, പിശാച് നമ്മളോട് പോരാടുന്നുവെങ്കിൽ, ദേശത്തിലെ ശക്തി നമ്മളെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ, നമ്മുടെ തലമുറകളോട് പോരാടുന്നുവെങ്കിൽ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഏതെങ്കിലും യുദ്ധോപകരണങ്ങളല്ല. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവുണ്ട്. അതിനെ നിർജീവമായി പോകരുത്, അത് കെട്ടുപോകരുത്. ഹല്ലേലൂയ. ഇസ്രായേൽ ക്ഷാമം കൊണ്ട് നടങ്ങുമ്പോ അവരുടെ നന്മകളെ മേൽ ശത്രു വന്ന് കളകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ നന്മകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആടുകൾ ദണ്ഡം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പശുക്കൾ ഞരങ്ങിയ, മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾ ഞരങ്ങുമ്പോ പാണ്ഡികശാലകളെല്ലാം അടച്ചിട്ടിരിക്കുക, കളപ്പുരകളെല്ലാം അടച്ചിട്ടിരിക്കുക. കാരണം ഹല്ലേലൂയ, യോവേൽ പ്രവചന പുസ്തകത്തിൽ പറയാ, വിത്ത് കട്ടകട കീഴെ കിടക്കിയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക, നാളുകളായി വിതച്ചിട്ടും ഒരു ഫലം കാണുവാൻ കഴിയാതെ ചില വിത്തുകള് കട്ടകൾക്കിട കീഴെ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന അറിയിക്കുക. അത്തരാരകരഗതി. ഹല്ലേലൂയ. ആ കട്ട വിത്തിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക.
അതിന്റെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ടിരിക്കുക. മോളോട്ട് വളരേണ്ടത് വിത്തിനെ അതിനെ താഴോട്ട് വളർത്തിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന് ആലോചന പറയുവാനുള്ളത്, ഈ ദിവസങ്ങളെ കരയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന ഇറക്കുക. യോവേൽ പ്രവാചകൻ പ്രവാചകന്മാരോട് മൂപ്പന്മാരോട് മുല കുടിക്കുന്നവരോടെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മടങ്ങി വരണം, ഒരു ഉപവാസം നിയമിക്കണം, സഭായോഗം വിളിക്കണം. ഒന്നാം അധ്യായത്തിൽ സഭായോഗം വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചില്ല. ഉപവാസം നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ നിയമിച്ചില്ല. 2-ാം അധ്യായത്തിൽ യോവേ പ്രവചനത്തിലൂടെ അതേ ആലോചന തന്നെ പറയുക, നിങ്ങൾ സഭായോഗം വിളിക്കണ, ഒരു ഉപവാസം നിയമിക്കണം. ഹല്ലേലൂയ. ജനം അതിന് തയ്യാറായപ്പോ ദൈവം ആ രാജ്യത്തിന്മേൽ, ആ രാഷ്ട്രത്തിന്മേൽ വരുത്തിയ വിട്ടിലിനെയും തുള്ളനെയും പച്ചപ്പുഴുവിനെയും വിട്ടിലിനെയും തിരിച്ചു വിളിക്കുക മാത്രമല്ല, ആ ശക്തിയുള്ള ജാതിയെ ദൈവം നീക്കിക്കളവാനിടയായി. ദേശത്തിന്മേൽ മഴ പെയ്യുവാനിടയായി. ആ മഴയെ, ആ കട്ടയെ കുതിർപ്പാനിടയായി. ആ കട്ട പൊടിഞ്ഞ് ആ വിത്തിന് വളമായി തീരുവാനിടയായി. ആ വിത്ത് വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിന് നദി പുറപ്പെട്ടു. അത് ശുദ്ധിയും താഴ്വരയും നനയ്ക്കുവാനിടയായി. ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ, യഹൂദാജനം മടങ്ങി വന്നപ്പോൾ, ഉപവാസത്തിലേക്ക്, കണ്ണുനീരിലേക്ക്, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നപ്പോൾ, ദൈവം ദേശത്തിന്മേൽ സൗഖ്യമയച്ച് ദേശത്തെ ഞെരുക്കിയിരുന്ന പൈശാചിക തലങ്ങളെ തകർപ്പാനിടയായി. ഇന്ന് രാത്രികാലം എന്റെ ഒരു അനുഭവം പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിപ്പാനുണ്ട്. അവന്റെ ശബ്ദം നമ്മളെ കേൾപ്പിപ്പാനുണ്ട്. ഹല്ലേലൂയ. ജൂളി ജോർജ് എന്ന വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആലോചന പറയുവാനുണ്ട്. ഹല്ലേലൂയ. പുകയുന്ന തിരിയെ ഇവൻ മുറിച്ചു കളയത്തില്ല, ചതഞ്ഞോടെ ഒടിച്ചു കളയത്തില്ല, അതിന്മേൽ എണ്ണ പകർന്ന് അവൻ ഉപയോഗിക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന. ഹല്ലേലൂയ. അത്തരാരകരകരഗതി പ്രയോജനപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി വെല്ലുവിളി. ഈശാന മൂലം കൊടുങ്കാറ്റ്, അടകലകടകലക സന്തര, പലപ്പോഴും മനസ്സിന് നേരെ അടകലകടകലക തുവി അടുപ്പിക്കുന്ന വെല്ലുവിളികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുക. അടകലകടക സന്തര അരകരകതെ, ഫലം കായ്ക്കേണ്ടതിന്റെ ഫലത്തെ നിർവീര്യമാക്കുന്ന വെല്ലുവിളികൾ. അടകാലകത്തിര എന്നാ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നട്ടുവെങ്കില്, ഞാൻ നനയ്ക്കും, ഞാൻ വളമിടും, ഫലം കായ്ക്കുന്ന വിധത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമോ? ഏതൊക്കെയോ മേധകലകളെ ശൂന്യത കൊണ്ടിട്ടുമുണ്ട്. അടകരകതീരകമാലകത്തുവി, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നേറുവാൻ കഴിയാത്തവണ്ണം ആക്കി വെച്ചിരിക്കുന്ന ബൗണ്ടറികളെ, അതിർത്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ഹടകരകരക സാന്തര അറകല അറകമ ശാന്തരകരക തൂടക്കടകലക സറമ ജെയിംസ് എന്ന് പറഞ്ഞ അനിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. റകല ഘടകല ഘടകസ്തി, ഹന്നിയെ കുത്തുന്ന ഒരു പെണ്ണിനെ ഉണ്ടായിരുന്നു. ഘടകല ഘടകല ഘടക മകതി അത്തർക്കമല. അതുകൊണ്ട് തന്നെ ഹന്നിക്ക് ശൗമേൽ എന്ന ശക്തനായ ഒരു പ്രവാചകനെ, ഒരു ശുശ്രൂഷകനെ ദൈവം കൊടുക്കുവാനിടയായി. അടകരഗതി ചില മേഖലകള് നീ പോലും അറിയാത്ത വിധത്തിൽ നിന്നെ കുത്തുന്ന വെല്ലുവിളികൾ ഉണ്ടെന്ന ദൈവത്തിന്റെ ആത്മാവാലോചന അറിയുക. എന്നാൽ ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുവാൻ ആവശ്യപ്പെടുക. യോസെഫ് ഫലപ്രദമായ വൃക്ഷം മതിലുകൾക്ക് മീതെ വളരുന്നു. ഇടകല മതിലുകൾ എന്തിനാ? അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന മതില്. പക്ഷെ യോസെഫ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മതിലിന് മീതെ കയറി പടർന്നു. അടക രകര കരക മകട ഘടക മകുതു രകര കത്തുവീക്കമാ മകളെ, അടകരഗതി ഒന്നിന്റെ വളർച്ചയെ മുരടിപ്പിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാലോചന അറിയിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ നിന്നെ വഴിയിലിട്ടേച്ചു കളയില്ല. കടക വാഴയ്ക്ക് താങ്ങ് കൊടുത്ത് നിർത്തുന്നത് പോലെ പലപ്പോഴും ബലമില്ല എന്ന് പറയുമ്പോഴും ഇടകാലകലകടകി താങ്ങി താങ്ങി നിർത്തുന്ന ഒരു അത്യുന്നതന്റെ കരമുണ്ടെന്ന് എന്റെ ആത്മാവാലോചന അറിയിക്കുന്നു. ഓ ഷാതാരകരഗതി ഇഷാഖാരമാരക അടകരഗതി കമാരകരഗതി എല്ലാം നുഖങ്ങളെയും കൊടഞ്ഞു കളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാലോചന അറിയിക്കുക. പൗലോസ് മെലീത്ത ദ്വീപിൽ അകപ്പെട്ടു. ഉടാലകൾ കമാലകൾ കടക, അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ രഹസ്യ ഒരു അണലി അവന്റെ കയ്യിൽ ചുറ്റും നോക്കി നിന്നവർ കാണുകയും അവൻ അതിന് തീയിലേക്ക് എറിഞ്ഞു. മകളെ, നിന്നെ നോക്കി നിൽക്കുന്നവരുണ്ട്. ഉടാലക മകര, നിനക്ക് എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുണ്ട്. എന്നാൽ സ്വർഗം പറയാ, നിന്നെ വിട്ടുകൊടുക്കാത്തൊരു ദൈവം ഉള്ളത് കൊണ്ടാ നീ ഭൂമിയുടെ പരപ്പിൽ നിൽക്കുന്ന ദൈവാത്മാവിന്റെ ആലോചന.
ഈശാനുമൂലം കൊടുങ്കാറ്റടിച്ചിട്ട് തകർന്ന് തരിപ്പണമാകുമെന്ന് ഹതരാരകസ്തി വെല്ലുവിളിച്ചെടുത്തെന്ന് ഇതുവരെ നിന്നെ കൊണ്ടുപോകുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ എന്റെ മകളുടെ മേൽ അവന്റെ ദൃഷ്ടിയുണ്ടെന്ന് എന്റെ ആത്മാവാലോചനയിരിക്കാം. ഈ ബലത്തോടെ പോകാൻ ഗിദെയോനോട് പറഞ്ഞ പോലെ ദൈവാത്മാ പറയും, നിന്റെ മേൽ ബലമുണ്ട്. ആ ബലത്തെ ഉദാരകമല ഉപയോഗിപ്പാൻ ദൈവാത്മാവ് ആലോചന അറിയിക്കുക. ആത്മാവിനെ കെടുക്കരുത് മകളെ, ഹടകാരകത്തുവേ, നിന്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന നീ കെടുത്തിക്കളയരുത്. ഹടകാരകത്തുര അരകരക സാന്തര, നീ അതിനെ വ്യാപാരം ചെയ്യണം. വ്യാപാരം ചെയ്ത് അത്തരെ അനേകർക്ക് പ്രയോജനമുള്ള ഒരു മകളാ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അത്തര കന്യയുടെ കണ്ണുനീരിനെ ഓർത്തതുപോലെ അത്തർക്കമാല നിന്നെ കുത്തുന്നവരെ നീ നോക്കരുത്. നിന്നെ നടത്തുന്ന കർത്താവിനെ മാത്രം നീ നോക്കുക. ദീപാരാധകരകത്തി കരകെ നിന്നെ കൊണ്ടുപോകുന്നത് ആരെന്ന് നീ അറിയുക. നിന്നെ ഇതുവരെ കൊണ്ടുവന്നത് ആരെന്നറിയുക. റബാരക ശാന്തരകരക തുവികമാരക മരണത്തിന്റെ വശങ്ങളിൽ നിന്ന് അടകരകതേ കമാരകതേ കമാരകതേ മരണം 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 നിന്നെ വിലയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ സമയങ്ങളില് വിട്ടുവിടുകാതെ വായിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ മരണത്തിന്റെ വായിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു കൊണ്ടുവന്നുവെങ്കിലും ദൈവസ്ഥനെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ആരുപാന്റെ മകളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാലോചന അറിയിക്കുക. ഹല്ലേലൂയാ, സ്തോത്രം. ഇസ്രായേൽ മടങ്ങി വരാൻ തയ്യാറായിപ്പോ ദൈവം നഷ്ടപ്പെട്ട എല്ലാ അനുഭവങ്ങളെയും അവർക്ക് തിരിച്ചു കൊടുക്കാനിടയായി. അവരുടെ കൃഷി സ്ഥലത്തെ കർത്താവ് അനുഗ്രഹിച്ചു. അവരുടെ കൃഷിക്കാർ ലജ്ജിച്ച് തല മൂടിക്കൊണ്ടിരിക്കുക. കാരണം അവരെത്ര വിതച്ചിട്ടും വിത്ത് കട്ടകൾക്കിടയ്ക്ക് കിടക്കുന്ന അല്ലാതെ ഒരു മറുപടി കിട്ടാതിരുന്നപ്പോ കൃഷിക്കാരെ ദൈവം ഓർത്തു, പുരോഹിതന്മാരെ ദൈവം ഓർത്തു. കാരണം ഭോജനിയാകും പാനിയാകും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിട്ട് വർഷങ്ങളായി. പ്രിയ സഹോദരിമാരെ, ഹൃദയം നന്ദിയാ നിറയട്ടെ. വിടാലകല ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായ്പ സ്ഥാപിക്കുന്നത്. ഹൃദയത്തിൽ നന്ദിയുടെ സ്തോത്രത്തിന്റെ സ്തുതിയുടെ സ്വരം ഉയരട്ടെ. അടാലകല കടക എരിഹോ മതിൽ തകർന്നു വീണത് ജനത്തിന്റെ സ്തുതിയുടെ മധ്യത്തിലായിരുന്നു. നമ്മുടെ നാവിന്മേ ദൈവം അധികാരം തന്നിരിക്കുക. നമ്മൾ പറയുന്നത് നടക്കും. അടാലകല ഈ ദിവസങ്ങളിൽ വായി തുറന്ന് സംസാരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാലോചനയിരിക്കുക. അടകല കടകല കടകല കടക അത്തരേ കരകത്തൂടെ കടകരകതേ അക്കമാ രകരകസ്തി ആമമാ രകല കടക സ്തന്തര രകല കടകല കടക. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഞാൻ എന്റെ വ്യക്തിപരമായ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിമണിയുണ്ട്. ഞാൻ എല്ലായിടത്തും ദൈവജന ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അതും കൂടെ പറയാം. അതും കൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാകത്തുള്ളൂ. എൻ്റെ ബാല്യകാലം മുഴുവൻ ഞാൻ നീണ്ട വർഷങ്ങൾ രോഗിയായിരുന്നു. യോബിന്റെ ശരീരത്തെ ബാധിച്ച പോലെ എൻ്റെ മുഖം, എൻ്റെ തല, എൻ്റെ ശരീരം, കഴുത്ത്, ആസ്തകലം പരുക്കളാൽ ബാധിക്കപ്പെട്ടു. 24 മണിക്കൂർ ശരീരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്ന അനുഭവമായിരുന്നു. ഒരു ചേന ചെത്തിവെച്ച ഒരു റെഡ് കളർ പോലെ എൻ്റെ ശരീരം ആസ്തകല റെഡ് കളറായിരുന്നു. ഞാൻ നീണ്ട 16 വർഷം കാലം കട്ടിലിൽ കിടന്നു. എൻ്റെ റൂമിലേക്ക് ആർക്കും വരാൻ കഴിയാത്തവണ്ണം പഴുപ്പിന്റെ ഗന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ അത് ബാധിച്ചു. സ്കൂളിൽ പോകാൻ കഴിയാതെ വണ്ണം എൻ്റെ ബാല്യമായിരുന്നു. വല്ലപ്പോഴും ഞാൻ സ്കൂളിൽ പോകും. അന്ന് നടന്നു പോകണമായിരുന്നു. ഞങ്ങൾ വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞാൻ കട്ടിയുള്ള തുണി വെച്ച് എൻ്റെ 2 കാലും കെട്ടും. തിരിച്ചു വരുമ്പോൾ കാലിൽ ഭയങ്കര നീരായിരിക്കും. എനിക്ക് എപ്പോഴും സ്കൂളിൽ പോകാൻ വല്ല കാലത്തേ ഞാൻ പോകത്തുള്ളൂ. വന്നിട്ട് ഈ തുണി കഷ്ണങ്ങള് ഞാൻ അഴിക്കുമ്പോൾ മാംസം ഭാഗം, എൻ്റെ ശരീരത്തിന്റെ മാംസ ഭാഗം ആ തുണിയിൽ ഇരിപ്പുണ്ടായിരിക്കും. അത്രയും എൻ്റെ വ്രണം, ശരീരം മുഴുവൻ വ്രണമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരും എന്നെ അടുത്തിരുത്തത്തില്ലായിരുന്നു. അത്രയും പഴുപ്പിന്റെ ഗന്ധമായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർമാർ ആര് വന്നാലും അല്പനേരം പോലും അവിടെ ഇരിപ്പാൻ കഴിയാതെ വണ്ണം മൂക്ക് പൊത്തുന്ന അനുഭവമായിരുന്നു. കാരണം എൻ്റെ ശരീരം ഹല്ലേലൂയ പഴുപ്പ് നിറഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. ഞങ്ങളുടെ ആ ദേശം മൊത്തം ഞങ്ങളെ ശക്തമായി എതിർത്തു. പെന്തക്കോസ്തി
പോയതുകൊണ്ടാണ്, മറ്റു ദൈവങ്ങളെ വിട്ടതുകൊണ്ടാണ്, ആ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ വിശ്വാസത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് നിന്റെ മകൾക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ദേശം ശക്തമായി ഞങ്ങളെ ആക്രമിപ്പാൻ തക്കണം ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവദാസൻ സഭ ഞങ്ങളെ ശക്തമായി സപ്പോർട്ട് ചെയ്തു. അവരെപ്പോഴും കടന്നു വന്ന് എന്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവാസ പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. ചർച്ചിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ശരീരത്തിന് മാത്രം ഒരു വ്യത്യാസം വന്നില്ല. 24 മണിക്കൂറും വെള്ളം ഒഴുകുന്ന ഒരു അനുഭവത്തിലൂടെ എന്റെ ജീവിതം മുന്നോട്ട് പോയി. രാത്രിയാകുമ്പോൾ ഞാൻ ഓർക്കും, എന്റെ കർത്താവെ എങ്ങനെയൊന്ന് നേരം വെളുക്കണമെന്ന്. നേരം വെളുക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവെ എങ്ങനെയൊന്ന് ഇരുട്ടാകണമെന്ന്. അങ്ങനെ രാവും പകലും ഞരങ്ങിയും മൂളിയും എന്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ആ രോഗക്കിടയ്ക്ക് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ എനിക്ക് മരിച്ചാൽ മതി, ഈ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനപ്പെടുന്നില്ല, ഞാൻ നിമിത്തം മറ്റുള്ളവർ വേദനിക്കുന്നു, എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരനുണ്ട്, അവരെല്ലാം ദുഃഖിക്കുന്നല്ലോ, അവര് ദുഃഖിക്കുന്നു എന്നുള്ള ആ വിചാരം എന്നെ ദുഃഖത്തിലാഴ്ത്തി. പലപ്പോഴും ഞാൻ മരണത്തെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവജനം ചെറുപ്പത്തിലെ കേട്ടതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിക്കുവാൻ ആഗ്രഹിച്ചില്ല. വയനാട് ഭയങ്കര തണുപ്പാണ്. രാത്രിയൊക്കെ വസ്ത്രം ശരീരത്തിൽ ധരിക്കാൻ പറ്റാത്ത വിധം പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കമ്പിളി വസ്ത്രങ്ങള്, തണുപ്പിന്റെ ആധിക്യം മൂലം കമ്പിളി വസ്ത്രം ശരീരത്തിലിട്ടാൽ രാവിലെ ഫെവിക്കോളുമായി ഒട്ടിയിരിക്കുന്ന പോലെ എന്റെ ശരീരം അതുമായിട്ട് ഒട്ടിയിരിക്കുക. പറിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, പറിച്ചെടുക്കാൻ വളരെയധികം വേദനയായിരുന്നു. സഭ പ്രാർത്ഥിച്ച് മറ്റു പല വിഷയങ്ങൾക്കും വിടുതൽ നേടിയെങ്കിലും എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി ഇല്ലാതെ എന്റെ പ്രാർത്ഥനാ വിഷയം ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമായി തീരുവാൻ ഇടയായി തീർന്നു. എന്റെ പാസ്റ്റ് ആശ്വസിപ്പിക്കുകയും കുഞ്ഞേയും നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കഷ്ടത എന്ന മഹാശോധനയിലൂടെ ഞാൻ കടന്നു പോകാൻ ഇടയായി. ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ മമ്മി എന്നോട് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ കാലശേഷം നിന്നെ നോക്കുന്ന എവിടെയെങ്കിലും ആക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖം വരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടി, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണത്തില്ല എന്നുള്ള പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഒരത്യന്ത ശക്തി എന്റെ മുൻകൂടാരത്തിലേക്ക് വന്നു. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിപ്പാൻ കഴിയാത്തൊരു ശക്തി വന്നിട്ട് ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. കൈ പഴുത്തിരിക്കുക, ശരീരമാസ്തകലം പഴുത്തിരിക്കുക. പക്ഷെ അതൊന്നും നോക്കാതെ ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ആരാധിച്ചു കഴിഞ്ഞ് അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ആ റൂമിനകത്ത് ആരും എന്റെ റൂമിനകത്തേക്ക് ഇറങ്ങി വരത്തില്ല. പഴുപ്പിന്റെ ഗന്ധമായ എന്നാൽ യേശു കർത്താവ്, ഹല്ലേലൂയ, എന്റെ ഹൃദയം തകർച്ചയെ കണ്ട്, എന്റെ ഹൃദയത്തിന്റെ നുറുക്കത്തെ കണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. അതെന്റെ ഹൃദയത്തെ നിറച്ചു. അതുവരെയുള്ള നിരാശന് മാറി. എന്റെ ശരീരത്തിന് സൗഖ്യം വന്നില്ല, പക്ഷെ എന്റെ ഹൃദയത്തിനകത്തൊരു മാറ്റം വന്നു. ഞാൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, നിന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ വർഷം തന്നെ എന്റെ ശരീരത്തിൽ ഒരു രാത്രിയായപ്പോൾ വളരെ പ്രാണവേദന അനുഭവപ്പെട്ടു. എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ ശരീരത്തില് പുഴുക്കൾ ബാധിപ്പാൻ ഇടയായി തീർന്നു. ഹാലയിലെ ശരീരമാസകലം പുഴുക്കൾ ബാധിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ വിചാരിച്ച കർത്താവേ, എന്റെ മരണം അടുത്തിരിക്കുന്നു. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടാണ് സാധാരണ പുഴുക്കൾ വരുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തില് പുഴുക്കൾ ബാധിച്ചപ്പോൾ ഞാൻ എന്റെ വല്യമ്മച്ചി മമ്മിയുടെ അമ്മേനെ വിളിച്ചു. അമ്മ ഓടി വന്ന് ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അന്നുള്ള കാലഘട്ടമല്ലേ. അമ്മ ഉറുമ്പുകൂടി എടുത്തോണ്ട് വന്ന് എന്റെ ശരീരത്തെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ തല തൊട്ട് ആസ്തകലം വിതറുവാൻ ഇടയായി തീർന്നു. സ്വന്തം കട്ടിലേന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഞാന് ഈ ഉറുമ്പുകൂടി എന്റെ ശരീരത്തിലേക്ക് വീണപ്പോ, പഴുത്തിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വീണപ്പോ, പുഴുവുള്ള ഭാഗങ്ങളിലേക്ക് വീണപ്പോ എന്റെ പ്രാണവേദനയും ഞാൻ ഓടുവാൻ ഇടയായി തീർന്നു. എന്റെ വീടിന് ചുറ്റും കിടന്ന് ഞാൻ ഓടി. ഞാൻ ഉറക്കം തന്നെ വിളിച്ചു. സ്വന്തമായിട്ട് കാലെടുത്തൊന്ന് പുറത്ത് ചവിട്ടുവാൻ പറ്റാത്ത ഞാന് ഈ അസ്വസ്ഥതയാൽ വീടിന് ചുറ്റും കിടന്ന് ഓടുവാൻ ഇടയായി. ജീവനുള്ള ശരീരത്തിൽ ജീവനുള്ള പുഴുക്കൾ, അവയുടെ മേൽ ഉറുമ്പുകൂടി വീഴുമ്പോഴുള്ള പ്രാണവേദനയിൽ അത് നൊരച്ചപ്പോൾ എന്റെ ശരീരത്തിൽ അത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ
അതെല്ലാം ചത്തു ശാന്തമാകുവാൻ ഇടയായിത്തീർന്നു. എന്റെ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും വളരെ ദുസ്സഹമായിരുന്നു. ശക്തമായ പ്രാർത്ഥനയും നടന്നുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മൾ മറുപടി അപ്പോൾ തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ, എന്റെ അനുഭവത്തിൽ എന്ന് പറയാ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം നമ്മളെ പണിയണമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ എന്ന് ഞാൻ പറയട്ടെ. ഞങ്ങള് വയനാട്ടിലുള്ള സകല നന്മകളും വിറ്റു, സ്ഥലവും വിറ്റു വൈപ്പിലേക്ക് വന്നു. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈപ്പിലേക്ക് വന്നു. വൈപ്പിൻ ഞാൻ പറഞ്ഞ പോലെ തീരദേശ മേഖലയാണ്. മാത്രമല്ല അടുത്തടുത്ത വീടുകളുണ്ട്. ഒരു ചെറിയ ശബ്ദം പോലും അടുത്ത വീടുകളെ കേൾക്കുക. എന്നാൽ ഇവിടെ വന്നിട്ടും എന്റെ ശരീരത്തിന് സൗഖ്യം വന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് ശരീരത്തില് എന്റെ മാംസങ്ങളെ പഴുത്ത് അഴുകുന്ന അനുഭവം ഉണ്ടായി. ഒരു ചാക്ക് എന്റെ കാലിന്റെ കീഴിലിട്ട മിനിറ്റ് കൊണ്ട് ആ ചാക്ക് നനഞ്ഞു കുതിരുന്ന അനുഭവത്തിലേക്ക് എന്റെ ജീവിതം മാറുവാനിടയായി. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് നിരാശ വന്നില്ല. അതുവരെ നിരാശ ഉണ്ടായിരുന്നു. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ മൺകുടാരത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്നോട് സംസാരിപ്പാൻ തുടങ്ങി. കുഞ്ഞേ, നീ മരിക്കുകയില്ല, നീ ജീവനോടി ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക. ഹല്ലേലൂയ. ശരീരം ബലഹീനമായിരിക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, മുഖത്ത് നിന്ന് പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, തലയിൽ കൂടെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എന്റെ ദൈവത്താൽ സകല സാധ്യ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, ബലഹീനമായ അനുഭവങ്ങള്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങള്, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങള്, ഉത്കണ്ഠയുണ്ടാക്കുന്ന അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ചാടികിടവോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതേ, ഞാനത് സംസാരിപ്പാൻ തുടങ്ങി, ഞാനത് പറയുവാൻ തുടങ്ങി. ദൈവം എന്നോട് കരുണ കാണിപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ആത്മാവിനെ എന്റെ മേൽ പകരുവാനിടയായി. എനിക്ക് കാലുമടക്കി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ കസേരയിൽ ഇരുന്നും കാല് നീട്ടിവെച്ചും പ്രാർത്ഥിപ്പാൻ തുടങ്ങി. വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിന്റെ നാവിനെ ഉപയോഗിപ്പാൻ തുടങ്ങി. ഞാൻ റൂമിനകത്ത് ഇരിക്കുമ്പോ പ്രവചനാത്മാവിൽ ദൈവം എന്നെ നിറച്ചു. എന്നോട് തന്നെ ഞാൻ പ്രവചിച്ചു, കുഞ്ഞേ, നീ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരൂ. നീണ്ട വർഷങ്ങളായി റൂമിനകത്ത് ഒതുക്കപ്പെട്ട് ആര് മനുഷ്യരെ കാണാതെ, മനുഷ്യ സംസർഗമില്ലാതെ കിടന്ന് എന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൂതുമായി വന്നു. നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്കൊരിക്കലും അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. പിശാചനോട് ഭോഷ്ക് പറഞ്ഞു, നിന്റെ മരണം വരെ നീ റൂമിനകത്തായിരിക്കോ, ഈ ഗന്ധം നിറഞ്ഞ റൂമിനകത്തായിരിക്കോ, ഈ പഴുപ്പ് നിറഞ്ഞ റൂമിനായിരിക്കും. പിശാച് പറഞ്ഞു, ഭോഷ്കിനെ ഞാൻ വിശ്വസിച്ചു. എന്നെ ഭാവിയെ, എന്റെ ഭൂതകാലത്തെ, എന്റെ വർത്തമാനകാലങ്ങളെ നല്ലവണ്ണം അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, എന്റെ രോഗക്കിടക്കലിനോട് കൂടിയിരുന്നവേ, മനുഷ്യർക്കാർക്കും ഇനി ആശ്വസിപ്പാൻ കഴിയാതിരുന്നപ്പോ എന്റെ അടുത്ത് വന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, എന്റെ കഷ്ടതയുടെ അറ്റത്തും എന്റെ കൂടി ഉണ്ടായിരുന്നു. സങ്കീർത്തനം 46:1, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിന്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അതേ, ഒരു നദിയുണ്ട്, ആ നദി നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുക. യോവേലിന്റെ പ്രവചന പുസ്തകത്തില് യോവേലിലുള്ള അരുളപ്പാട് അതിനുശേഷമോ, അതേ, ഹല്ലേലൂയ, അതിന്റെ ശേഷം യോവേൽ ഇസ്രായേൽ ജനം മാനസാന്തരപ്പെട്ടപ്പോ, അവര് മടങ്ങി വന്നപ്പോ അവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിനെ പകർന്നതുപോലെ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പകരുവാനിടയായി. ഹല്ലേലൂയ. അനേക പരിമിതികൾ എനിക്കുണ്ട്. എന്റെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു, എന്റെ ശരീരത്തെ ബാധിച്ചു, എന്റെ ശരീരത്തിന്റെ രൂപത്തെ അത് കെടുത്തി കളഞ്ഞു. പക്ഷേ എന്റെ അകത്തൊരു ആത്മനദി ഒഴുകുന്നുണ്ടായിരുന്നു. അതെനിക്ക് നിരാശയ്ക്ക് പകരം പ്രത്യാശ നൽകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, യെശയ്യാവ് 38:17, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായി ഭവിച്ചു, എങ്കിലും എന്റെ സകല പാപങ്ങളെ നീ പിറകിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയ സഹോദരിമാരെ, സമാധാനവും കയ്പും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സമാധാനത്തിന് നേരെ ഓപ്പോസിറ്റ് കയ്പ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ മേൽ സമാധാനം വരുത്തുവാ ഞാൻ നിന്റെ മേൽ കയ്പ് വരുത്തി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് തെറ്റുപറ്റിയോ? ഞങ്ങൾക്ക്
കയ്പല്ല ചോദിച്ചത്, സമാധാനം അങ്ങയോട് ചോദിച്ചത്. അപ്പൊ യേശു കർത്താവ് പറയില്ല, കുഞ്ഞേ എനിക്ക് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല, നിന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിന്നിൽ കയ്പ് വരുത്തി. യെശയ്യാവ് 30:20 പറയുന്നു, യഹോവയായ കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പോ ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും സൃഷ്ടാവിന്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കൂ. അതേ പ്രിയമുള്ളവരെ, അപ്പമുണ്ട് ഹാലലൂയ, പക്ഷെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. വെള്ളമുണ്ട്, ഞെരുക്കത്തിന്റെ വെള്ളം, അതുകൊണ്ട് ഒരു തൃപ്തി വരുന്നില്ല. എന്നാലും ഹോവയായ കർത്താവിന്റെ കണ്ണിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കുഞ്ഞേ, നീ വഴിതെറ്റി പോകാതിരിക്കേണ്ടതിന്, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിത പ്രകാരമായിരിക്കേണ്ടതിന്, വലത്തോട്ടോ ഇടത്തോട്ടോ നടക്കുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലിന് ദീപമായി പാതയ്ക്ക് ദീപമായി യഹോവയുടെ വചനം നിന്നെ അറിയിക്കേണ്ടതിന് വേണ്ടിയാ ഹല്ലേലൂയ കർത്താവിന്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വൈപ്പിന് വന്നിട്ട് രോഗം മാറിയില്ല, ഞാൻ രോഗാവസ്ഥ ഭവനത്തിനകത്തിരിക്കുക. എന്റെ പപ്പയും മമ്മിയും സഹോദരനും ചർച്ചിൽ പ്രാർത്ഥിപ്പാൻ കടന്നുപോയി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സഭാ പാസ്റ്ററിനെ കാണുവാൻ കടന്നു വന്നു. എന്റെ അവസ്ഥ അന്നാണ് അദ്ദേഹം ആദ്യമായി കാണുന്നത്. എന്നെ ഒരു സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് ആ ഭക്തനായ മനുഷ്യൻ ഉറക്ക നിലവിളിപ്പാനിടയായി. പ്രാർത്ഥിക്കുമായിരുന്നില്ല, കരയുകയായിരുന്നു. എന്റെ കാലിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വിശുദ്ധ കരവും എന്റെ കാലും തമ്മിൽ ഒട്ടുവാനിടയായി. അത് കഴിഞ്ഞ് സോപ്പിട്ട് കൈ കഴുകി പോവാൻ തക്കണമിടയായി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിൽ നീണ്ട 16 വർഷം ഞാൻ മരുന്ന് ഉപയോഗിച്ചു. ഹോമിയോ മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. ആ മരുന്നുകൾക്കൊന്നും എന്നെ സൗഖ്യമാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്നുള്ള വചനപ്രകാരം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള വചനപ്രകാരം, ഗിലിയാദിൽ വൈദ്യനില്ലയോ, അവന്റെ കയ്യിൽ തൈലമില്ലയോ എന്നുള്ള വചനപ്രകാരം യേശു കർത്താവിന്റെ കരം എന്നെ സൗഖ്യമാക്കുവാനിടയായി. നീണ്ട 16 വർഷക്കാലം എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, എന്റെ മനസ്സിനെ ദണ്ഡിപ്പിച്ച് ഒരു റൂമിനകത്താക്കി എന്നെ ഒതുക്കി കളഞ്ഞിരുന്ന പൈശാചിക തലങ്ങള് ഹല്ലേലൂയ അഴിയപ്പെടുവാൻ തക്കണമിടയായിത്തീർന്നു. ദൈവം അവിടുന്ന് എഴുന്നേൽപ്പിപ്പാനിടയായിത്തീർന്നു. അനേക സ്ഥലങ്ങൾ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവം എന്ന് വിളിച്ചു പറയുമ്പോൾ എന്നെ അവസരം ഒരുക്കി തന്നു. മാത്രമല്ല, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ലാസ്റ്റ് 7 ദിവസം ദൈവസ്ഥനെ കടന്നുപോയി ഉപസിപ്പാൻ പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുവാനുള്ളത്, ശത്രു എത്ര മതിൽക്കെട്ടുകൾ നമുക്കെതിരെ ഉയർത്തി കെട്ടിയാൽ സമയമാകുമ്പോ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഗോമടി ആത്മാവ് തന്നെ കൃപ കൂടി ആണിക്കല് കയറ്റി പിശാച് നമുക്കെതിരെ പൊക്കിക്കെട്ടി ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് വെല്ലുവിളിക്കുന്ന മതിലുകളെ തകർത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരും അവന് ശക്തനായ ദൈവം എന്ന എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം 4 വർഷക്കാലം ദൈവവചനം പഠിക്കുവാൻ, 3 വർഷക്കാലം ദൈവവചനം പഠിക്കുവാൻ ദൈവം ഇടയാക്കി. തെങ്ങോട് ICBC എന്ന ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം എന്റെ വിവാഹം നടന്നു. എന്റെ 20 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹം നടന്നു. 22-ാം വയസ്സിൽ എനിക്കൊരു മകൻ ജനിച്ചു. അപ്പൊ ഈ രോഗസൗഖ്യം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സകലരും പറഞ്ഞു, ജിജിയുടെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളും മാറി, സകല വേദനകളും മാറി. ഞാനും കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക, പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലങ്ങളിൽ പോയി ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ജീവിക്കുന്ന സാക്ഷ്യം, ജീവനുള്ള പുഴുക്കൾ എന്റെ ശരീരത്തിൽ വന്നപ്പോൾ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്റെ സാക്ഷ്യം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം എന്ന് അനേകരുടെ ഇടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 22-ാം വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് മൂത്രം പോകാതെ അവന്റെ വൃക്കുകളും ബ്ലാഡർ, മൂത്രം പോകുന്ന ട്യൂബുകളെല്ലാം വീർത്ത് അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് എനിക്ക് കിട്ടിയത്. ഹല്ലേലൂയ. എന്റെ ഹൃദയം നിരാശയാൽ ബാധിക്കപ്പെടുവാനിടയായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീണ്ട 16 വർഷം ഞാൻ റൂമിനകത്തായിരുന്നു. നീണ്ട 16 വർഷം എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അനുഭവമായിരുന്നു. നീണ്ട 16 വർഷം ഒരു ഫംഗ്ഷനുകൾക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നു. എന്നേക്കാൾ രോഗിയായ ഒരു കുഞ്ഞിനെയാണല്ലോ നീ എന്റെ കയ്യിൽ തന്നത്. എനിക്ക് നിരാശ ബാധിപ്പാനിടയായി തന്നു. ഞാൻ ദൈവത്തോട് പിണങ്ങാനിടയായി തന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചോ. പിന്നെ ഈ നീണ്ട കാലങ്ങളിൽ ഞാൻ വീടിനകത്തേക്ക് അകപ്പെടുന്ന അനുഭവം ആയി തീർന്നു. എന്റെ മോനെ എപ്പോഴും മൂത്രത്തിൽ പഴുപ്പ് വരും. ആ മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മൂത്രത്തിൽ പഴുപ്പ് മാറാതെ, ഏകദേശം ജനിച്ചപ്പോ 3.5 കിലോ ഉണ്ടായിരുന്നു. 10 ദിവസം എറണാകുളം PVS ആശുപത്രി കിടന്ന് അവൻ എന്റെ കൈ കിട്ടുമ്പോ ഒരു പല്ലിക്കുഞ്ഞു പോലെയായിരുന്നു അവന്റെ അവസ്ഥ. അവനെ എന്റെ കൈ തന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കാറ്റ് കൊള്ളിക്കരുത്, വെയിൽ കൊള്ളിക്കരുത്, കുഞ്ഞിനെയും പിടിച്ച് സുവിശേഷം പ്രസംഗിപ്പാൻ പോകരുത്, പോയി കഴിഞ്ഞാൽ കുഞ്ഞു മരിച്ചു പോകുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു.
ഞാൻ ഹൃദയം കൊണ്ട് ദൈവത്തിന് തകരുവാനിടയായി. ദൈവമേ എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്റെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. ഞങ്ങൾ അവനെ വളർത്തിക്കൊണ്ടുവന്നു. ഏകദേശം 3.5 വയസ്സായപ്പോൾ അവന്റെ മൂത്രത്തിൽ പഴുപ്പ് നിൽക്കാതെ വന്നപ്പോൾ അവന് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്ത് മൂത്ര ട്യൂബുകൾ പുക്കളുടെ താഴേക്ക് ഇടുവാനിടയായി തീർന്നു. അവിടെ തുണി വെച്ച് കൊടുക്കണം. മൂത്രം സാധാരണ പോകുന്ന അതിലെ പോകത്തില്ല. തുണി വെച്ച് കൊടുക്കണം. ആ തുണി തിളച്ച വെള്ളത്തിൽ ഇടണം. നന്നായിട്ട് അത് തേക്കണം. പിന്നെയും വെക്കണം. അങ്ങനെ ആ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോയി. പുറമെ അവനൊരു രോഗവുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് സന്തോഷം ഉളവാക്കുന്നുണ്ട്. അവൻ നല്ല ഭക്തനായ കുഞ്ഞായിരുന്നു. അവന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന പോലെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ എന്ത് പ്രതിസന്ധിയും എന്ത് രോഗം വന്നാലും അവൻ അറിയില്ലല്ലോ. അവന്റെ അമ്മ പ്രാർത്ഥിക്കണം അവനെ കണ്ടിട്ടുണ്ട്. തലയിൽ തുണിയിട്ട് പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവൻ കണ്ടിട്ടുണ്ട്. അതേപോലെ അവൻ പോയിരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഒരു ഡിസംബറിൽ എന്റെ കുഞ്ഞിന് പനി വന്നു. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ എന്റെ ഭർത്താവ് കുഞ്ഞിനെയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ICH കുട്ടിയുടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ തക്കണം ഇടയായി തീർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് ICUയിൽ കയറ്റേണ്ടി വന്നു. എന്നെ വിളിച്ച് വിവരം അറിയിച്ചു. ഞാൻ ഇവിടുന്ന് പോകാനിടയായി. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴല്ലേ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വരുവാനിടയായി, കുഞ്ഞു മരിച്ചുപോയി, കുഞ്ഞു മരിച്ചുപോയി, കുഞ്ഞു മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഒരിക്കലും നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. നീ അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആ ദൈവം കേൾക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാൻ ICH ചെന്നു. ICUയിലേക്ക് കയറി. ഞാൻ എന്റെ കുഞ്ഞ് കിടന്ന കട്ടിലേക്ക് നോക്കി. മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം കണ്ണു തുറന്ന് കിടക്കുമ്പോൾ എന്റെ കുഞ്ഞ് കഴുത്തേൽ ഒരു കെട്ടൊക്കെ ആയിട്ട് കിടക്കുക. ഞാൻ മോട്ടേക്കായി പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ കരഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉറക്കെ കരയുവാൻ തുടങ്ങി. ഞാൻ ഉറക്കം നിലവിളിപ്പാൻ തുടങ്ങി. ICUയിലെ ഡോക്ടർമാർ കടന്നു വന്നിട്ട് പറഞ്ഞു, നമ്മൾ ചെയ്യാനെല്ലാം കുഞ്ഞിന് വേണ്ടി ചെയ്തു, പക്ഷെ അവൻ പോയി. അല്ലെങ്കിൽ അതെന്റെ ജീവിതത്തെ ബാധിച്ചു. തിരിച്ച് ഞങ്ങള് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നു. പിറ്റേ ദിവസം ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നു. എറണാകുളം പുത്താംകുരിശ് സെമിത്തേരിയിൽ അവൻ അടക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയ സമയം തൊട്ട് എനിക്ക് കടുത്ത ഡിപ്രഷൻ വരുവാനിടയായി. എനിക്ക് നിരാശ വരുവാനിടയായി. എനിക്ക് ദൈവത്തോട് വണക്കം വരുവാനിടയായി. നീ എന്നെ തള്ളിക്കളഞ്ഞല്ലോ കർത്താവേ, നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, നീ എന്നെ മറന്നു കളഞ്ഞല്ലോ, അങ്ങയുടെ ലിസ്റ്റിൽ നിന്ന് എന്റെ പേര് വെട്ടിയല്ലോ. ആ ചിന്തേനെ ബാധിപ്പാനിടയായി. ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നത് വളരെ തളർച്ചയോടെ ആയിരിക്കുമ്പോൾ ആ നിരാശയായിരുന്നു എന്നെ പിടിച്ചത്. എന്റെ ഹൃദയത്തെ ഡിപ്രഷൻ ബാധിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ കരച്ചിലും മാത്രമായി. കുഞ്ഞില്ലാത്ത ലോകത്ത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ആരൊക്കെ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എനിക്ക് ആശ്വാസം കൈക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. ഏകദേശം കുറേ ദിവസം പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ വേണ്ട, ഇത്രയും അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞാൻ കാണുമാറായി. അപ്പോൾ ഒന്നും നിന്റെ ശബ്ദം ഞാൻ കേട്ടില്ല. നീ എന്നോട് സംസാരിച്ചില്ല. നീ എന്നോട് മൗനമായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ അങ്ങനോട് സംസാരിക്കുന്നുവോ? അങ്ങനോട് സംസാരിക്കണ്ട. എന്നാ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലെ മുറിവുകളിൽ മേൽ എണ്ണ വരട്ടുവാൻ തുടങ്ങി. അവൻ ഗിലെയാദിലെ പരമവൈദ്യന, അവന്റെ കയ്യിൽ എണ്ണയുണ്ടല്ലോ. അത് വൈദ്യൻ ആ എണ്ണ എന്റെ ഹൃദയത്തിൽ പുരട്ടിയപ്പോ എന്റെ ഹൃദയത്തിലെ മുറിവുകൾ കരിയാൻ തുടങ്ങി, സൗഖ്യമാകുവാൻ തുടങ്ങി. പിശാച് എന്നെ ഇന്ന് റൂമിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് ഒന്ന് മാറി മറ്റൊരു വിഷയം കൊണ്ടുവന്നിട്ടിട്ട് സർവശക്തനായ ദൈവ ആ നിരാശയുടെ ചുടിയിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അത് യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാ. അനേകം മഹാന്മാർ ഈ ലോകത്തിലേക്ക് വന്നു. അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ അവർ അനേകം നന്മ ചെയ്തു. എന്നാൽ അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞ് അവർ മരണത്തിന്റെ ഭീതിയിൽ അകപ്പെട്ട് കിടക്കുമ്പോ പാതാളത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. അവൻ അവിടെയില്ല എന്നൊരു ബോർഡ് കാണാം. ആ ദേവനെ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമില്ല, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഹല്ലേലൂയ. കുഞ്ഞിനെ രക്ഷിക്കണമേ, കുഞ്ഞിനോട് കരുണ തോന്നണമേ, ആ കുഞ്ഞിനെ നശിപ്പിക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക വലതുഭാഗത്ത്. ഹല്ലേലൂയ. ദൈവം ആ ചുഴിയിൽ നിന്നും, നിരാശയുടെ ചുഴിയിൽ നിന്നും, ഡിപ്രഷന്റെ ചുഴിയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായിരുന്നു. ഇന്ന് അനേകം തകർന്നിരിക്കുന്നവരുടെ അടുക്കിലേക്ക്, വേദനിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക്, നിരാശപ്പെട്ടിരിക്കുന്നവരുടെ അടുക്കിലേക്ക്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകാൻ തക്കണം ഇടയായി തീർന്നു. അതേ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചാൽ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാൽ, സകലവും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ, പ്രിയമുള്ളവരെ ഒരു കാര്യം ഓർക്കട്ടെ, ആരും ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാകത്തില്ല, ആരും നമ്മുടെ കൈപിടിക്കാനുണ്ടാകത്തില്ല, ആരും നമ്മളെ സഹായിപ്പാനുണ്ടാകത്തില്ല. പക്ഷെ ഒരിക്കലും മറക്കാത്തവനായി മാറാത്തവനായി യേശുവിന്റെ സാന്നിധ്യം നമ്മളോടുകൂടി ഇരിക്കും. ആ യേശു പറഞ്ഞല്ലോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇസ്രായേൽ മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ദൈവം മഴ അയച്ചു. ഇസ്രായേൽ മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ആ മഹാശക്തിയായ ദൈവത്തിന്റെ 4 സൈന്യത്തെ ദൈവം പിൻവലിച്ചു. ഇസ്രായേൽ മടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ സിംഹിയുടെ അണപ്പലുള്ള, സിംഹത്തിന്റെ സ്വഭാവമുള്ള ജാതീയ ശക്തിയെ ദൈവം നീക്കിക്കളവാനിടയായി. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമുക്കൊരു മടങ്ങിയവരവ് ആവശ്യമാ. ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, ആദ്യ പ്രത്യാശയിലേക്ക്, ആദ്യ തീഷ്ണതയിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമാ. ദൈവം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ആമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ലതിക എന്ന് പറഞ്ഞ സഹോദരിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആലോചന അറിയിക്കാനുണ്ട്. അടകലകടകസ്തി, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പിടി കിട്ടും. ഹല്ലേലൂയാ. തട്ടാന്റെ കയ്യില് ഒരു ഉരുപ്പിടിയാ ദൈവം കണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം, നീ മകളെ അലകത്തുരകരക സന്തര കരകലക ശാന്തര, ആ വ്യക്തിയോട് ദൈവാത്മാവിന്റെ ആലോചന നീ പോലും അറിയാത്ത വഴിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകും. അടകരകതീകമാരകരകസ്തികമാര അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന്റെ പണി നിന്റെ മേൽ ദൈവം നടത്തും. അടകരകതി ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം. ചില അറകശക്കാര ദൈവം നിനക്ക് തുണയായിരിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുക. അത്രേ കടകരഗതി കമാരക ഉപയോഗിക്കപ്പെടാതെ, പക്ഷെ ഉപയോഗിക്കപ്പെടാതെ വണ്ണം, വേണ്ടും വിധം പ്രയോജനപ്പെടാതെ വണ്ണം ഉടാലകലകടകല നീ ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നിന്നെ പണിതെടുപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. പ്രാശാന്താരാരക. ഓ, എഴുന്നേറ്റ് പ്രകാശിക, എഴുന്നേൽക്കണം. ഇപ്പോഴുള്ള അവസ്ഥയിൽ എഴുന്നേൽക്കണം. കണ്ണുനീരോട് എഴുന്നേൽക്കണം, പ്രാർത്ഥനയോട് എഴുന്നേൽക്കണം, ഉപവാസത്തോട് എഴുന്നേൽക്കണം. നീ അങ്ങനെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോ നിന്റെ പുറകെ നടന്ന് അസ്തിഹ്യപ്പെടുത്തുന്ന, നിന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന, എത്ര ശ്രമിച്ചിട്ടും നിന്നെ വിട്ട് പോകാത്ത ആദൃശ്യ മണ്ഡലങ്ങളെ ശക്തികള് അന്തരകരഗതി അവരുടെ ചരക്കുമായി നിന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് അത്രേ ദൈവാത്മാവാലോചന അറിയിക്കുക. അറകരകരക നിന്റെ ചരക്ക് നിന്റെ മേല്, നിന്റെ നന്മകളുമേൽ കൊണ്ടിട്ടിട്ട് നിന്നെ ഒന്നുമില്ലായ്മയാക്കുവാൻ വെല്ലുവിളിക്കുമ്പോ ദുബാരാരകരകരകത്തുബീക്കമാരകസ്തി, നിന്റെ ദൈവം ഹുദാ ഗോത്രത്തിന്റെ സിംഹമാ. ആ സിംഹത്തിന്റെ മുമ്പില് മറ്റൊരു സിംഹത്തിന് നിൽക്കാൻ കഴിയത്തില്ലെന്നുള്ള തിരിച്ചറിവിന്റെ മോൾ പ്രാപിക്കട്ടെ. അടകരഗതി ദിവസങ്ങൾ എഴുന്നേൽപ്പാ, നിനക്കൊരു യുദ്ധമുണ്ട്, നിന്നെ യുദ്ധത്തിന് ഞാൻ പ്രാപ്തനാക്കാമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മകളോട് ആലോചന അറിയിക്കുക. ഉത്തരാരകശന്തരാരകസ്തികമാരകരഗതി. താവേ, ദൈവാത്മാവ് സഹായിക്കണമേ, ദൈവാത്മാവ് ബലപ്പെടുത്തണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കടകരഗതി കടകരഗതി കടകരഗതി. ഒന്നു മാറി മറ്റൊന്നായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുവരുമ്പോ ഒന്ന് മാറാൻ കാത്തിരിക്കുക, അടുത്തത് വരാൻ. അത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, മറ്റൊന്ന് വരാൻ. എന്നാൽ ഇടകലകടക സന്തരേ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിപ്പാൻ ആവശ്യമായ അഭിഷേകം, അധികാരം അകത്ത് കിടപ്പുണ്ടോ, പുറത്തേക്ക് ഒഴുകുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോവേൽ മടങ്ങി വരവിനുള്ള ദൂതം നൽകി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മടങ്ങി വരുവാനിടയായി. പഴയ നിയമകാലഘട്ടത്തിൽ ജാതി എന്ന് പറയുന്ന ജാതീയ ശക്തികളായിരുന്നു അശ്ശൂരും മിസ്രൈമും മേത്യ പേർഷ്യയും റോമൊക്കെ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തില് ആ ജാതീയ ശക്തി ലക്ഷ്യം വെക്കുന്ന നമ്മുടെ തലമുറകളെയാ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേ. കുഞ്ഞുങ്ങൾ നല്ലതായിരിക്കുമ്പോൾ തന്നെ, അവർ ദൈവജനം കേൾക്കുമ്പോൾ തന്നെ, അവർ കർത്താവിന് വേണ്ടി പാടുമ്പോൾ തന്നെ, അവർ ദൈവസ്ഥനി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി ഉപസിപ്പാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി ഇടിവി നിൽപ്പാൻ അമ്മമാർ എഴുന്നേൽക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുക.
ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി യോബിന്റെ മേൽ വന്നത് ദൈവം അറിഞ്ഞിട്ടായിരുന്നു, ദൈവം പെർമിഷൻ കൊടുത്തിട്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദുമേൽ വന്നത് ദൈവിക നിയോഗമായിരുന്നു. ഇസ്രായേലിന്മേൽ വന്നത് ദൈവത്തിന്റെ ശിക്ഷയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും രഗാ രഗരാ രഗരാ ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പെർമിഷൻ, നല്ലത് വന്നാലും ചീത്ത വന്നതാലും എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. പിശാചിന് ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. ആലോചനകളുമായി, ദൂതുകളുമായി, വചനത്തിലൂടെയും ദൈവദാസന്മാരിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുമോ? മടങ്ങി വരേണ്ട ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ, നമ്മുടെ നന്മകളെ പിശാച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, കവർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാതെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് നൽകുവാനുള്ള ദൂത് നമ്മൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ പ്രകാശം വരും. പ്രകാശം വന്ന ഇരുട്ടിന് അവിടെ ഇരിപ്പാൻ പറ്റത്തില്ല, അന്ധകാരത്തിന് അവിടെ ഇരിപ്പാൻ പറ്റത്തില്ല. പ്രകാശിപ്പാൻ തുടങ്ങിയാൽ അന്ധകാരം ഇരുട്ടും ഓടിപ്പോകും. ഘടക നമ്മൾ പ്രകാശിക്കാതിരുന്നാൽ അന്ധകാരത്തോട് ഇരുട്ടിനോട് ശാസിക്കാതിരുന്ന്, പക്ഷെ ഒരിക്കലും അത് മാറത്തില്ല. എന്നാൽ നമ്മളൊന്ന് എഴുന്നേറ്റാൽ, നമ്മൾ പ്രകാശിക്കാൻ തുടങ്ങിയാൽ അന്ധകാരത്തിന് ഇരുട്ടിന് അവിടെ ഇൽപ്പാൻ കഴിയാത്തവണ്ണം അത് ഓടിപ്പോകുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് രാത്രികാലം ഇത്രയും പറയാനാണ് എന്റെ ഹൃദയത്തിന്മേൽ ദൈവം നൽകിയ നിയോഗം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. എനിക്ക് ദൈവജന ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ദൈവാർത്ഥിയോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.